എല്ലാ സ്വത്തുക്കളും നേടിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ നടത്തിയൊരു പ്ലാനിംഗ് ആണെന്ന് ആദ്യമേ തന്നെ പ്രണവിനെ ശിവാനിയെ അറിയിച്ചിരുന്നെങ്കിലോ? ഒന്നും വേണ്ട, ശിവാനിയോടെങ്കിലും നമ്മൾ സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിലോ? എല്ലാം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ശിവാനി അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയേനെ. ഇതിപ്പോ ഒന്നിനും പറ്റാത്ത അവസ്ഥയായി. നിങ്ങൾക്ക് പ്രണവ് മോനെ പോലെ ആയിരിക്കും, പക്ഷേ എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ശിവാനി എനിക്ക് വലിയൊരു താങ്ങായിരുന്നു. എന്തും തുറന്നു പറയാൻ പറ്റുന്നൊരു മകൾ. അവരുടെ നന്മയ്ക്ക് വേണ്ടി ഓരോന്നും ചെയ്ത് ഇപ്പൊ നമ്മൾ തന്നെ തെറ്റുകാരായി നിൽക്കുക. ആ, ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെന്ത് ചെയ്യാനാ? വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞാൽ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പ്രണവും ശിവാനിയും ഈ വീട് വിട്ടിറങ്ങുന്നൊരവസ്ഥ ഉണ്ടായാൽ പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വരികയില്ല ജ്യോതി. അവരില്ലാതെ പറ്റില്ലെന്ന അവസ്ഥ എനിക്കിപ്പോ. ഇല്ല, എന്റെ തെറ്റാണ്, എന്റെ മാത്രം തെറ്റ്. സ്വന്തം മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഇത്തരം നാടകം കളിക്കാൻ പാടില്ലായിരുന്നു. മോളോ, ഞങ്ങള് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്കിൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നിങ്ങളുടെ രണ്ടുപേരുടെ ഇപ്പോഴത്തെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പ്രണവിനെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നടത്തിയ പ്ലാനിംഗ് ആണെന്ന് പ്രണവ് അറിഞ്ഞ അതൊരു വലിയ പ്രശ്നമാകുമെന്നുള്ള പേടിയാണല്ലേ? പ്രണവ് അറിയുന്നതിലല്ലേ പ്രശ്നം. എല്ലാം അവന് വേണ്ടി തന്നെ നടത്തിയ, അവന് ഗൗതമിന്റെ കയ്യിൽ നിന്നും സ്വത്തുക്കൾ വാങ്ങിച്ചു കൊടുത്ത് ആ ശല്യത്തിനെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്ലാനിംഗ് ആയിരുന്നു ഇതെന്ന് പ്രണവിനെ വിശ്വസിപ്പിക്കാനാവില്ല മോളെ. ഈ തട്ടിക്കൊണ്ടു പോലെ അങ്കിളിന്റെ ആന്റിയുടെയും പ്ലാനിംഗ് ആയിരുന്നു എന്ന് പ്രണവ് അറിഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. പ്രണവ് അതൊരിക്കലും അറിയില്ല ആന്റി. ഞാനത് പറയത്തൂല. എന്താ അതുപോരെ? മതി മോളെ, അത്രയും ചെയ്തു തന്നാ മതി. നീ എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ പറ്റില്ല, അതുകൊണ്ടാ. സത്യമാണ് മോളെ CKC പറഞ്ഞത്. എല്ലാരും ഇങ്ങനെ നോക്കുന്നത്? എന്താ ആന്റി? അല്ല, ആ ഗൗതം കാരണം മോൻ എന്തൊക്കെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നുവെന്ന് പറയുകയായിരുന്നു ഞങ്ങള്. ഇത്രയൊക്കെ ചെയ്തിട്ടും നിസ്സാരമായി ആ ഗൗതം തലയൂരി പൊയ്ക്കളഞ്ഞില്ലേ മോനെ? അതാ സഹിക്കാൻ പറ്റാത്തത്. പവിത്രൻ അവന്റെ ബോസിന് വേണ്ടി കുറ്റമേറ്റെടുത്ത് ജയിലിലേക്ക് പോയി രക്ഷപ്പെടുത്തി കളഞ്ഞു. അതെന്നെ പറയായിരുന്നു ആന്റി അങ്കിളും. പവിത്രൻ ഉണ്ട ചോറിന് നന്ദി കാണിച്ചു എന്ന് കരുതി എന്നേക്കുമായി ഗൗതം അങ്ങ് വിജയിച്ചു എന്ന് കരുതണ്ട. ഒരു 11 ദിവസം ഗൗതം ഗുണ്ടകളെ വെച്ച് എന്നെ പിടിച്ചുകൊണ്ടുപോയി പൂട്ടിയിട്ട് പീഡിപ്പിച്ചെങ്കിൽ അതെന്റെ മനഃശക്തി കൂട്ടാനുള്ള ഒരു ട്രെയിനിങ് ആയിട്ടാ ഞാൻ കണ്ടിട്ടുള്ളത്. പോരാട്ടത്തിനുള്ള എന്റെ ശക്തി കൂടിയിട്ടേ ഉള്ളൂ. ഗൗതമിന്റെ കയ്യിൽ നിന്ന് സർവ്വസമ്പാദ്യവും പിടിച്ചെടുത്ത് ഒരു തുരുമ്പിന്മേൽ പോലും അധികാരമില്ലാത്തവനായി തെരുവില് നിർത്തി ഞാൻ. അതുറപ്പാ.